ഞാനിപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് നെത്തോലി മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ കരുതി നെത്തോലി പീര വറ്റിക്കാൻ പോകുന്നത്. നെത്തോലി പീര എന്ന് പറയുമ്പോൾ ഒരു തോരൻ ടൈപ്പാണത്. അപ്പോൾ പഴയ ഒരു മോഡലിലാണ് ഞാൻ പീര വറ്റിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളി കുറച്ച് നന്നായിട്ട് വേണം, പിന്നെ പച്ചമുളക് വേണം, കറിവേപ്പില വേണം, ഇഞ്ചി വേണം. പിന്നെ അതിൽ ചേർക്കുന്ന മസാലകളെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി മാത്രമേ നമ്മൾ ചേർക്കത്തുള്ളൂ. പിന്നെ സോൾട്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അപ്പോഴും കാണാം. അപ്പോൾ ചെറിയ ഉള്ളി കുറച്ച് നന്നായിട്ട് വേണം താനും. പിന്നെ ചെറിയ ഉള്ളി അരിയുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീളത്തിൽ അരിയണം. നമ്മൾ അരിയുന്നതിലും ഒരു പ്രത്യേകതരം ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ രണ്ടായിട്ടിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ നീളത്തിൽ അരിയണം. അപ്പോഴാണ് നമ്മൾ വെക്കുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളതെന്നാൽ തോരന് നമ്മൾ അരയ്ക്കുന്നത് പോലെ അരയ്ക്കുന്നില്ല. തേങ്ങാപ്പീര ചിരണ്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. കുഞ്ഞായിട്ട് ചിരണ്ടി എടുക്കണം. നമ്മൾ ചിരണ്ടി എടുക്കുമ്പോൾ വലിയ പീര ആകുകയാണെന്നുണ്ടെങ്കിൽ മിക്സിയിൽ തേങ്ങ മാത്രം വെച്ചിട്ട് ഒരടി അടിച്ച് കുഞ്ഞു ഇതളുകളാക്കി എടുക്കണം. അതിന് ശേഷം മാത്രം വേണം നമ്മളിത് ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നെത്തോലി മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ അവിടെയൊക്കെ എന്ത് പറയും? ചൂടയോ? അതിന് 2-3 ഐറ്റം പേരുകൾ പറയും. അപ്പോൾ നിങ്ങളുടെ അവിടെ എന്ത് പറയും എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളിങ്ങനത്തെ പീര വറ്റിച്ചിട്ടുണ്ടോ? ഞാനിന്ന് പീര വറ്റിക്കാൻ പോകുന്ന മാങ്ങ ഇട്ടിട്ടാണ് പീര വറ്റിക്കാൻ പോകുന്നത്. കുടംപുളി ഇട്ട് വെക്കുന്നവരുണ്ട്, സാധാ പുളി ഒഴിക്കുന്നവരുണ്ട്. ഓരോരുത്തരും ഓരോ രീതിയിൽ ചെയ്യുന്നവരുണ്ട്. അവരവരുടെ ടേസ്റ്റിനനുസരിച്ചാണ്. അപ്പം ഞാനിന്ന് ചെയ്യാൻ പോണ മാങ്ങ ഇട്ടിട്ടാണ് പീര വറ്റിക്കുക. അപ്പം നമുക്ക് ആ പീര വറ്റിച്ചിട്ട് അതെങ്ങനെയുണ്ടെന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ വരില്ലേ എൻ്റെ കൂടെ? തീർച്ചയായിട്ടും നിങ്ങളും വരണം കേട്ടോ. നിങ്ങളാണ് എൻ്റെ ഉണർവും ഉന്മേഷവും ഒക്കെ തന്നെ. പിന്നെ രാവിലെ എണീറ്റിട്ട് ഒരു ചായ കുടിച്ചു. ചായ കുടിക്കാൻ പോയപ്പോൾ ഉണ്ടല്ലോ, ഇന്ന് ഞാൻ വീട്ടിൽ ചായ ഉണ്ടാക്കിയില്ല. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ പുറത്തുനിന്നാണ് ഒരു ചായ കുടിച്ചത്. നമ്മൾ രാവിലെ ഇങ്ങനെ ചെറിയ തട്ടുകടയിലൊക്കെ പോയിരുന്നിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് പത്രമൊക്കെ നോക്കി വല്ലാത്തൊരു എനർജിയാണത്. അങ്ങനെ ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ഞാനവിടെ പോയി ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാക്ക മേശപ്പുറത്ത് വന്നിട്ട് ഒത്തിരി നേരം കരയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താക്കിയെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഒന്നും ഇല്ലടാ കയ്യിലെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും നന്നായിട്ട് കരഞ്ഞപ്പോൾ ഞാൻ എന്താക്കി, നമ്മുടെ ഈ ജെറിയൊക്കെ വരുന്നത് പോലത്തെ ഒരു ചെറിയ ബൗളുണ്ട്. അപ്പോൾ അതിനകത്ത് പകുതി ചായ ഒഴിച്ചിട്ട്, അവനാണോ അവളാണോ എന്നറിയില്ല, ഞാനവിടെ വെച്ചു. അളിയൻ എന്ത് ചെയ്തെന്നറിയോ? ഓടിപ്പോയി അതിൽ നോക്കിയിട്ട് ചായയാണെന്ന് കണ്ട് ഓടിക്കളഞ്ഞു. ഞാൻ പിന്നെ എന്താക്കി, ഈ ചെറിയ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ഇങ്ങനെ റൗണ്ടായിട്ടിരിക്കുന്ന ഈ ടിന്നിൽ കിടക്കുന്ന ബിസ്ക്കറ്റ് ഒരു 5-6 മേടിച്ചിട്ട് ഞാൻ അവന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തപ്പോണ്ടല്ലോ ഒരു 7-8 കാക്കകൾ വന്നു. കിട്ടിയവർ കൊണ്ടുപോയി. കാക്ക വില്ലന്മാരാണ് കേട്ടോ, വില്ലന്മാർ. അപ്പോൾ നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് കടന്നിട്ട് വരാം. ഓക്കെ, ടാറ്റാ. അപ്പം മാങ്ങ ഞാൻ ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വലിയൊരു മാങ്ങ വാങ്ങിയപ്പോൾ മീൻകറിക്ക് കുറച്ച് മാങ്ങ എടുത്തിട്ട് ബാക്കി ഞാനത് സൂക്ഷിച്ച് വെച്ചു. അത് ഉപ്പിലിട്ട് വെക്കുമ്പോൾ ഉപ്പ് പിടിച്ചങ്ങനെ കറക്റ്റായിട്ടിരിക്കും. അപ്പോൾ ആ മാങ്ങയുടെ കുറച്ച് ഇതളുകളാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള മാത്രം മതി. അതിങ്ങനെ നീളത്തിന് നൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പുളിപ്പിന് ആവശ്യത്തിന് മതി. ഓവറായി കഴിഞ്ഞാൽ ഓവർ പുളി കൂടിപ്പോകും. നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. മാങ്ങയിട്ട് നിങ്ങൾ വെച്ചിട്ടുണ്ടോ? മാങ്ങയിട്ട് പീര വറ്റിച്ച് നോക്കണം, നല്ല ടേസ്റ്റാണ്. അതുപോലെ പഴുത്ത മാങ്ങ ഇട്ടിട്ട് മീൻകറി വെക്കണം കേട്ടോ. വാവ്, പൊളി ടേസ്റ്റാണ്, പൊളി ടേസ്റ്റ്.
കഴിച്ചിട്ടില്ലാത്തവർ കഴിച്ചു നോക്കാം. ഞാൻ മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് കൊണ്ട് എടുക്കുക. ഞാനിപ്പോൾ ഇത് 3, 4, 5, 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 6 പച്ചമുളകിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഒരെണ്ണം മാറ്റി വെക്കാം, ബാക്കി നമുക്ക് യൂസ് ചെയ്യും. ഇത് കത്രിക കൊണ്ടോ ചാത്തി കൊണ്ടോ ചെറുതായിട്ടിങ്ങനെ നമ്മൾ കോണായിട്ടിങ്ങനെ കട്ട് ചെയ്ത് വിട്ടാൽ നൈസായിട്ട്. അപ്പം അതിൻ്റെ എരിവെല്ലാം ഇറങ്ങി സെറ്റാകും. ഓവർ എരി ഇതിന് വേണ്ട, മീഡിയം മതി. കാരണം ഇത് തേങ്ങ പീര വെറ്റിക്കുന്നതാണ്. അപ്പം നമുക്ക് ചാറ് കറിയല്ല, അപ്പം വെള്ളമൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ എരിവെല്ലാം നമുക്ക് പിടിച്ച് കറക്റ്റായിട്ട്. നമുക്കിനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇതെല്ലാം ഒരു സെക്ഷൻ ഞാൻ മാറ്റി വെച്ചേക്കുകയാണ്. ഇനി പീര ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം വരാം. ഓക്കെ. അപ്പം നമുക്ക് ചൂട മീൻ വൃത്തിയാക്കി എടുക്കാം. ചൂടയെന്ന് പറഞ്ഞാൽ നത്തോലി മീനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ചോറ് കുക്കറിൽ ആയിട്ടിരിക്കുകയാണ്. ചൂടമീനുണ്ടോ? ചൂടയുണ്ട്, കൊഞ്ചായുണ്ട്. അപ്പം ചൂട ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഒരുപാട് പേർക്ക് അറിയാം, എങ്കിലും ഓരോരുത്തരും ഓരോ മെത്തേഡാണ്. നമുക്ക് അതെങ്ങനെയാണെന്ന് ആദ്യത്തെ ഇത് നത്തോലി എടുത്തിട്ടുണ്ട്. ഇതിനെ ഇങ്ങനെ അതിനകത്ത് കുറച്ച് അഴുകി കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അങ്ങനെ എടുത്തതിന് ശേഷം ഇങ്ങനെ ക്ലീൻ ആയതിലുണ്ടോ ഇപ്പോൾ ഇത് നമുക്ക് കൈ കൊണ്ടിങ്ങനെ നുള്ളി എടുക്കുക എന്നുള്ളത്. അപ്പം നന്നായിട്ട് ഫ്രഷായി സംഭവം. അപ്പം ഇങ്ങനെ വേഗത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഇത്ര കാര്യമേ ഉള്ളൂ. നമ്മൾ ഇതിന് വലിയ ജോലിപ്പാടില്ല. പിന്നെ കുറച്ച് നേരം ഇരുന്ന് നുള്ളണം. നമ്മൾ ക്ഷമ വേണം, എങ്കിലേ നമുക്ക് ഈ നത്തോലി നുള്ളി എടുക്കാൻ പറ്റും. ഫുള്ള് നുള്ളി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഉപ്പിട്ട് നമുക്ക് പൊടിച്ച് കഴുകി. പണ്ട് എൻ്റെ അമ്മയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഭക്ഷണങ്ങളൊക്കെ കുറവാണ്, ഫുഡ് ഇല്ല. അല്ല കപ്പയോ കഞ്ഞിവെള്ളമോ പഴങ്കഞ്ഞിയോ പഴങ്കഞ്ഞി വെള്ളമോ അങ്ങനെയൊക്കെയാണ് കൂടുതലും. ഉപ്പിലിട്ട മാങ്ങയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് അവരുടെ വയറ് നിറഞ്ഞിരുന്നത്. അന്നൊരു കഞ്ഞിവെള്ളം പോലും കളയത്തില്ല. ഒരു പറ്റ് താഴെ പോയാൽ പറക്കി കഴിക്കുമെന്നാണ് പറയുന്നത്. അതായത് എടുത്ത് കഴിക്കുമെന്നാണ് പറയുന്നത്. ഒരു ചോറ് പോലും കളയാണ്ടാണ് അവരൊക്കെ സൂക്ഷിച്ചിരുന്നത്. അന്ന് അത്രയും വിലയുണ്ടായിരുന്നു അരിക്കും ആഹാരത്തിനും ഒക്കെ തന്നെ. ഇന്ന് ഒരുപാട് പേര് ഭക്ഷണം വേണ്ടാതെ കളയുന്നുണ്ട്, പക്ഷെ അന്ന് അങ്ങനെയല്ല. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, നത്തോലി മീനൊക്കെ വാങ്ങുമ്പോൾ ഉണ്ടല്ലോ പിന്നെ ചാറ് കറിയായിട്ടാണ് വയ്ക്കുന്നത്. ഈ രസം പോലെ കറി ഉണ്ടാക്കും. അവരുടെ എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിൽ അച്ഛൻ്റെ അമ്മയ്ക്ക് 12 മക്കളാണ്. പിന്നെ അവിടെയുള്ള കൊച്ചുമക്കളും കാര്യങ്ങളും എല്ലാവരും കൂടെയൊക്കെ ചെയ്തു വരുമ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഈ കറി പറയുന്നത്. ഗ്യാസ് മോശമായിട്ടുള്ളത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് ഞാൻ ഈ പറയുന്നത്. ഈ പുരോഗമനമൊക്കെ വരുന്നതിന് മുമ്പ് അന്ന് 4 അണ 1 അണ അങ്ങനെ 5 അണ അങ്ങനെയൊക്കെ ഉള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. അപ്പോഴത്തെ കഥയാണ് ഞാൻ ഈ പറയുന്നത്.
അപ്പോൾ ആ സമയത്ത് ഈ ചൂട, അതായത് നൊത്തോലി മീൻ വാങ്ങുമ്പോൾ ഇങ്ങനെ രസം കറി വെക്കുന്നത് പോലെ വെള്ളം ചാറ് കയറി ഇങ്ങനെ വെക്കുമെന്ന് പറയും. അന്നേരം ഈ നൊത്തോലി മീൻ്റെ തല പോലും കളയില്ല എന്നാണ് അവർ പറയുന്നത്. അതുവരെ ക്ലീൻ ചെയ്തിടും, എന്നിട്ട് എല്ലാം കൂടെ ചേർത്താണ് കറി വെക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം ചോറ് ഒക്കെ വെച്ചിട്ട് ആൺകുട്ടികൾക്ക് എല്ലാവർക്കും ഒരു ചോറ് കൊടുക്കും, ഭക്ഷണം കൊടുക്കും. എന്നിട്ട് പെൺകുട്ടികൾ കഴിക്കുന്നത് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ബാക്കി എന്തെങ്കിലും അതിനകത്തുണ്ടെങ്കിൽ അതും കൂടെ കലക്കി ഈ മീനിൻ്റെ ഈ ചാറ് കറിയും കൂടെ വെച്ചാണ് കഴിച്ചിരുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇന്ന് ഫുഡ് ആർക്കും വേണ്ട. ഇന്ന് ചക്കയോ, അയ്യോ കിഴങ്ങോ, അയ്യോ നൊത്തോലി മീനിൻ്റെ തലയൊക്കെ എടുക്കും ഇങ്ങനെ വെച്ചു. അന്ന് അങ്ങനെയല്ല, അന്നത്തെ ജനറേഷൻ ഇന്ന് ഫുഡ് ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അപ്പം അതുകൊണ്ടാണ് എല്ലാത്തിനും ഒരു വിലയുണ്ടായിരുന്നു. ഇന്ന് ഒരുപാട് സാധനങ്ങൾ ഉള്ളത് കൊണ്ട് ആർക്കും അതിനോടൊരു മതിപ്പില്ല. നമ്മൾ ഫുഡ് കുറച്ചുണ്ടാക്കണം, വേണമെങ്കിൽ നമുക്ക് പിന്നെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ തികഞ്ഞില്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്നെങ്കിലും ഒരു നേരത്തെ ഫുഡ് മേടിക്കാം. പക്ഷെ ഓവറായിട്ട് നമ്മൾ ഫുഡ് വെച്ച് വേസ്റ്റ് ആക്കരുത്, എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡില്ലാത്ത ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് ഇപ്പോൾ പണ്ടൊക്കെ പഴഞ്ചോറൊക്കെ എല്ലാവരും കഴിക്കും. ഒരു ഇച്ചിരി ചോറ് ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടിരുന്നിട്ട് പിറ്റേ ദിവസം ഇച്ചിരി മാങ്ങാക്കറിയോ അല്ലെങ്കിൽ മുളക് ഉടച്ചതോ ഒരു ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ട് അതൊക്കെ വെച്ച് കഴിക്കും. പക്ഷെ ഇന്ന് പഴങ്കഞ്ഞിയൊന്നും കഴിക്കാൻ പറ്റില്ല. അത് ചിലവർക്ക് അസുഖത്തിൻ്റെ ആവാം, ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം. എങ്കിലും നമ്മൾ ആ ചോറ് കളയരുത്. നമ്മൾ തിളപ്പിച്ച് അതൊന്ന് ആവി കയറ്റി ഇഡലി തട്ടിൽ വെച്ച് ആവി കയറ്റിയൊക്കെ നമുക്ക് കഴിക്കാം. നമ്മൾ ഫുഡ് വേസ്റ്റ് ആക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് പേര് ഫുഡില്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. നമുക്കിപ്പോൾ അവരടുത്ത് കൊണ്ടുപോയിട്ട് എപ്പോഴും നമുക്ക് ഈ വേസ്റ്റ് അല്ലെങ്കിൽ മിച്ചം വരുന്ന ഫുഡ് വേസ്റ്റ് ആക്കാണ്ട് നമുക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഉണ്ടാക്കണം. വീട്ടിൽ എത്ര പേരുണ്ട്, അവരെല്ലാവരും അന്ന് ഫുൾ അവിടെ ഉണ്ടാവുമോ എന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് അതനുസരിച്ച് ഫുഡ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വേസ്റ്റ് ആവത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഫ്രിഡ്ജില്ലാത്തവരുടെ അവസ്ഥ, ചിലവർക്ക് ഫ്രിഡ്ജിൽ വെച്ചാലൊന്നും പിടിക്കത്തില്ല. അങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നുപോയി. പണ്ട് അങ്ങനെയാണ്. അതായത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, വെള്ളപ്പൊക്കം വന്നപ്പോൾ എല്ലാവരും വെള്ളം കയറിയില്ലേ. വെള്ളം കയറിയ സമയത്ത് ഒരുപാട് പേര് ഒരുമിച്ചാണ് കിടന്നത്, ഒരുമിച്ചാണ് ഫുഡ് കഴിച്ചത്. സ്കൂളിലൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അവർക്ക് പാർക്കാനായിട്ട് പള്ളി, ചർച്ചുകളിൽ, സ്കൂളുകളിൽ അങ്ങനെയൊക്കെയാണ് അവർക്ക് കിടക്കാൻ, അന്തിയുറങ്ങാൻ ഇടം കിട്ടിയിരുന്നത്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും ഒത്തൊരുമയോടുകൂടി ജീവിച്ചു. പക്ഷേ ഒരുപാട് പേര് സഹായവുമായി എത്തിക്കഴിഞ്ഞപ്പോൾ, ഒരുപാട് സഹായങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് പേർക്ക് ജാതി സ്പിരിറ്റ് വന്നു. പിന്നെ ഒരുമിച്ച് കഴിക്കത്തില്ല, ഒരുമിച്ച് ഉറങ്ങത്തില്ല, അങ്ങനെ പല പല വിഷയങ്ങളുണ്ടായി. മനുഷ്യരെ ഒരിക്കലും പഠിക്കില്ല. എന്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ ഉരുൾപൊട്ടൽ വന്നു, വെള്ളപ്പൊക്കം കയറി, കൊറോണ വന്നിട്ടില്ല, വന്നിട്ട് ചില മനുഷ്യർ പഠിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു, നാളെ ആ ഹാപ്പിനെസ് ഉണ്ടാകുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ജീവിതത്തിൽ എപ്പം എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പം നമ്മൾ മാക്സിമം നമ്മളാൽ കഴിയുന്ന നന്മകൾ ചെയ്യാൻ നോക്കുക, അല്ലേ? ഞാൻ പറയുന്നത് എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. എങ്കിലും എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ ഞാനീ പറയുന്നത്. എൻ്റെ അച്ഛനൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ അച്ഛനൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് വസ്ത്രങ്ങളില്ല, തോർത്തെടുത്തുകൊണ്ടാണ് സ്കൂളിൽ പോയിട്ടുള്ളത്. തോർത്ത് അറിയാം, ഇന്നൊക്കെ വസ്ത്രങ്ങൾ വേണ്ട. ഇന്ന് സ്കൂളിൽ തോർത്തെടുത്തുകൊണ്ട് പോകാൻ പറ്റും. ഇന്ന് യൂണിഫോം വേണം, എല്ലാം ഉണ്ടെങ്കിൽ ഫൈൻ അടയ്ക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷെ അന്ന് അങ്ങനെയല്ല. അതാണ് ജനറേഷൻ്റെ മാറ്റങ്ങളെന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്നിടത്തല്ല കാര്യങ്ങൾ. പക്ഷെ ഇപ്പോഴും നേരെ ചൊവ്വേ വസ്ത്രമില്ലാത്ത ഫാമിലികൾ ഇപ്പോഴും ഉണ്ട്. ഉള്ളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കാട്
ഏരിയകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഫാമിലികൾ ഇപ്പോഴും ഉണ്ട്. നമ്മൾ ശരിക്കും അവരെക്കുറിച്ചൊക്കെ നമ്മൾ തിരക്കി പോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. നമുക്ക് കിട്ടുന്നതിൽ ഒരു പങ്ക് ആർക്കെങ്കിലും നമ്മൾ കഴിയുന്ന ഒരു സഹായം ചെയ്താൽ അവർക്കും അതൊരു സന്തോഷമായിരിക്കും. നമുക്കും ആ രാത്രി ഉറങ്ങുമ്പോൾ മനസ്സുകൊണ്ടൊരു സന്തോഷമാണ്, ഹാപ്പിനെസ് ആയി എന്നുള്ളത്. നല്ലൊരു കാര്യം ചെയ്യാൻ പറ്റിയല്ലോ നമുക്കെന്നുള്ളൊരു സന്തോഷം ഉണ്ടാവും നമുക്ക്. മനസ്സിലായില്ലേ? നമ്മൾ ജനിക്കുമ്പോഴും ഒന്നും കൊണ്ടുവരുന്നില്ല, മരിക്കുമ്പോഴും ഒന്നും കൊണ്ടുപോകുന്നില്ല. ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക, അത് ഫോളോ ചെയ്യുക. ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിച്ച് ജീവിക്കുക. അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്, നെഗറ്റീവും പോസിറ്റീവും ആൾക്കാരുണ്ടാവാം. ചിലവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം. നോ പ്രോബ്ലം. എനിക്കതിലൊന്നും യാതൊരു വിഷയമില്ല. ഇഷ്ടപ്പെടുന്ന ഒരുപാട് ചങ്കികളുണ്ട്, അവരെന്നെ ഇഷ്ടപ്പെടും. എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ചില വീഡിയോകളൊക്കെ ഇടുമ്പോൾ ബാഡ് കമൻ്റൊക്കെ ഇടുന്നുണ്ട്, ഞാനത് കാണുന്നുണ്ട്. ഞാനൊരു ദിവസം വരുന്നുണ്ട് വീഡിയോയുമായിട്ട്. ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു, നിങ്ങൾ എന്താണ് എന്നെ ട്രോളാത്തത്? അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ചിരിക്കുമ്പോഴാണ് മെസ്സേജൊക്കെ വന്ന് തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി കളത്തിൽ ഇറങ്ങി കളിക്കാൻ മതി. ഇപ്പം ചൂട ഏകദേശമൊക്കെ ആയിട്ടുണ്ട്, ചൂടല്ല മുത്തോടി. അപ്പം ഞാൻ ഇത് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ട് വേഗം ഞാൻ വരാം കേട്ടോ. അപ്പോൾ മീൻ പീര വറ്റിക്കാൻ പോവുകയാണ്. ചട്ടി കഴുകി ക്ലീൻ ചെയ്ത് ഇതിൽ നമുക്ക് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ടേസ്റ്റ് കൂടുതൽ. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. കയ്യിൽ എണ്ണമയം വന്നപ്പോൾ അളവൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതിന് ശേഷം ചേർക്കേണ്ടത് തേങ്ങാപ്പീരയാണ്. ചെറുതായിട്ട് ചിരണ്ടി വെച്ചതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ എന്തോരം ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ട് അതനുസരിച്ച് മസാലയും കാര്യങ്ങളും ഒക്കെ തന്നെ ചേർത്താൽ മതി. ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ട് കൈ കൊണ്ട് വേണം നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ചെറിയ ചെറിയ ഇതാക്കി പൊടിച്ചിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റെങ്കിലും നമ്മളിത് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കണം. അതായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വേറെയുള്ള ചേരുവകൾ ചേർക്കാം. ഇത് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മാങ്ങ, ചെറിയ ഉള്ളി, ഇപ്പം ഇത്രയും കൂടെ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് കൈ കൊണ്ട് ഇതെല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കണം. മനസ്സിലായി? ചെറിയ ഉള്ളിയൊക്കെ ഉടഞ്ഞ് നന്നായിട്ട് ഇങ്ങനെ അടുങ്ങിയിരിക്കുന്ന ഇതളുകളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇളകി വരത്തക്ക രീതിയിൽ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടോ?
അപ്പം തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നത്. ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോഴത്തേക്ക് കൈ കൊണ്ടാണ്, പണ്ടെല്ലാവരും കൈ കൊണ്ടാണ് കറികളൊക്കെ അരച്ചിട്ട്, അമ്മിക്കല്ലിൽ അരച്ചിട്ട് കൈ കൊണ്ടാണ് ഇങ്ങനെ വടിച്ചെടുത്തിട്ടൊക്കെ ചെയ്തിരുന്നതൊക്കെ. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇന്നാണ് സ്പൂണും കാര്യങ്ങളും പല പല വെറൈറ്റി മോഡലൊക്കെ വന്നത്. അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒറ്റ ഗ്ലാസ് വെള്ളം. ഇത് വലിയ ഗ്ലാസ്സാണ്, അപ്പോൾ ഇത്രയും വേണമെന്നില്ല. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഇതിങ്ങനെ നമുക്കൊന്ന് നിൽക്കത്തക്ക രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ശേഷം നമ്മൾ ഉപ്പ് നോക്കാം. ഉപ്പ് ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് തിളച്ച് കഴിഞ്ഞിട്ട് ചേർക്കും. നമുക്ക് ഗ്യാസ് മാറ്റി തിളയ്ക്കാൻ വയ്ക്കാം. ഈ പീര സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് മീന് ഫ്രൈ ചെയ്യാം, അതായത് പൊരിച്ചെടുക്കാനായിട്ടുള്ള മസാല. പണ്ട് ഇതൊക്കെ അമ്മിക്കല്ലിൽ ഇങ്ങനെ അരച്ചെടുക്കും, ചെറിയ ഉള്ളിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് എളുപ്പത്തിനുള്ള മസാലയാണ് ഞാൻ ഇടാൻ പോകുന്നത്. എളുപ്പത്തിനൊരു മസാല ഉണ്ട്. അതിൽ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഒന്നും ചേർക്കത്തില്ല. എളുപ്പത്തിനുള്ള മസാലയാകുമ്പോൾ ചിലവർ മീൻ മസാല ചേർക്കാറുണ്ട്. എനിക്ക് അതിനോട് താല്പര്യമില്ല, എനിക്ക് അതിന് ഇഷ്ടമല്ല. അതിന് വേണമെങ്കിൽ ഒരല്പം ഉരുവ കൂടി വേണമെങ്കിൽ ചേർക്കാം, കാരണം നമ്മൾ മീനിൽ ചേർക്കാറുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് അത് വേണമെങ്കിൽ ഇടാം. ഓരോരുത്തരും ഓരോ രീതിയാണ്. ചിലർ മല്ലിപ്പൊടിയൊക്കെ ചേർക്കും, എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. നമുക്കിഷ്ടപ്പെടുന്ന രീതിയിലും ടേസ്റ്റിലും നമ്മൾ ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്കത് കഴിക്കുമ്പോൾ പോലും നമുക്കത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയൊരു സത്യം. നമുക്ക് മീൻ എന്ത് സാധനം, നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്ത് വാങ്ങിക്കുക. എങ്കിൽ അത് 1 രൂപയുടെ സാധനമായാലും 10 രൂപയുടെ സാധനമായാലും 1,00,000 രൂപയുടേതായാലും നമുക്കിഷ്ടപ്പെട്ടത് നമ്മൾ സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യുമ്പോൾ മനസ്സിനൊരു സന്തോഷം ഉണ്ടാകുള്ളൂ. മനസ്സിലായില്ലേ? മീൻ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ മസാലയൊക്കെ പുരട്ടി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് നേരം വെച്ചിരുന്നാൽ സംഭവം മസാലയൊക്കെ പിടിച്ചൊന്ന് സെറ്റാവും. എനിക്ക് കഴിക്കാനല്ലേ, ഇവിടെ നമുക്ക് ഫാമിലിക്ക് കഴിക്കാനാണ്. അപ്പോൾ പിന്നെ ഇത്രയും ടൈമിംഗ് ഒന്നും വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം തന്നെ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. വേറെ കുറച്ച് ജോലികളുണ്ട്, അപ്പോൾ ഇപ്പം തന്നെ ഫ്രൈ ചെയ്തിട്ട് ഇപ്പം തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ പായോ തോണിയടുത്തപ്പോൾ പെണ്ണിനെ കവിളത്ത് മഴവില്ലിലാട്ടം, കവിളത്ത് മഴവില്ലിലാട്ടം. ഫ്രൈ ചെയ്യാനായിട്ട് പാത്രം കാലൊച്ച മുറ്റത്ത് കേട്ടോണൊരുവൾക്ക് കനകത്തിനാമിന്റെ കല്യാണം.
കനകത്തിനാവിൻ്റെ കളിയാട്ടം. അപ്പം നമ്മൾ കറിവേപ്പില സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കറിവേപ്പില ചേർക്കുന്നതിൽ ഒരുപാട് സംഗതികളുണ്ട്. അതായത് കറിവേപ്പിലയുടെ പുറത്ത് നമ്മളിത് വെച്ച് കൊടുത്താൽ കരിയാണെങ്കിലും അല്ലെങ്കിൽ പാത്രത്തിലൊട്ടി പിടിക്കാണ്ടൊക്കെ ഇരിക്കുമെന്ന് പറയുന്നു. രണ്ടാമത് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോഴുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ വെള്ളം വറ്റി കഴിയുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്, നല്ല നാടൻ വെളിച്ചെണ്ണ. എനിക്കതാണ് കൂടുതൽ ഇഷ്ടം. അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വെറ്റി വരട്ടെ. എന്നിട്ട് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ കൊടുക്കാം. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വെളുത്തുള്ളി, ചെറിയ ഉള്ളിയൊക്കെ തല്ലി ചതച്ചിടാൻ കേട്ടോ. ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇപ്പം മീനൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് ഭയങ്കര പുതിയ വെറൈറ്റി മോഡൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാനെന്നും നാടനാണ്, നമുക്ക് അങ്ങനെ മോഡലും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അത് തിരിച്ച് സൗണ്ട് വരുന്നുണ്ടോ? തിരിച്ച് സൗണ്ട് വരുന്നത് വെള്ളവും ഇല്ലാതെ ആ സൗണ്ട് കേട്ടില്ലേ? അപ്പം വെള്ളം വറ്റാനുള്ളൊരു സാവകാശം പോലും ഞാൻ കൊടുത്തില്ല. ഞാൻ അതുകൊണ്ട് വെളിക്കുന്നത് കേട്ടു. വെള്ളം വറ്റി കഴിയുമ്പോൾ ഓക്കെ. വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വേഗത്തൊക്കെ പൊട്ടിത്തെറിക്കാണ്ട് നമ്മൾ നോക്കണം. എന്നുണ്ടെങ്കിൽ പണിയാണ്, പൊള്ളലേക്ക് കിടക്കേണ്ടി വരും. ഓമനാളെ കണ്ടു ഞാൻ പോകിനാവിൽ താരകങ്ങൾ തുന്തിരിച്ച നീലരാവിൽ നാലുവീല പന്തലെത്തുവാനിലമ്പിളി നാഗസൂര നിറവിട്ടു പാതിരാക്കിളി ഈകയായി ജഗലോലയായി എൻ്റെ മുന്നിൽ വന്നവൾ കൊണ്ട നാണം ചന്ദ്രികയിലലിയും ചന്ദ്രകാന്തം. ഇപ്പം ചോറ് വെന്തിട്ടുണ്ട്. ചോറ് വാട്ടിട്ട് വരാം. വെയിറ്റ്. ചോറ് വാട്ടുന്നതിന് എപ്പോഴും കാണിക്കാറുണ്ട് ഇതാണ് പാത്രം. അപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനത്തെ പാത്രം ഉണ്ടെങ്കിൽ നമ്മുടെ കൈയൊന്ന് കൊള്ളാൻ സൂക്ഷിച്ച് വാട്ടാൻ പറ്റും. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിലാണ് വാർത്തുന്നത്. അപ്പോൾ ചോറ് വാർത്തിട്ടില്ല. തീരെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ നെത്തോലി മീൻ
നമ്മുടെ കൈ കൊണ്ട് തന്നെ ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ വിതറി 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 എല്ലായിടവും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വേണം സ്പൂൺ കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ. ആദ്യമേ സ്പൂൺ കൊണ്ട് കാര്യമില്ലായിരുന്നു. പതുക്കെ ഇങ്ങനെ പൊടിയാണ്ട് പതുക്കെ നമ്മളിങ്ങനെ ഇളക്കിയിട്ട് അത് സെറ്റ് ചെയ്ത് വെച്ചു കൊടുക്കണം. നമ്മളൊന്നും ചെയ്യണ്ട, ഇങ്ങനെ അടച്ചു വെച്ചാൽ മതി. ഒത്തിരി നേരം കഴിയണം. നന്നായിട്ടൊന്ന് ഏകദേശം വറ്റി കഴിയുമ്പോൾ തിരിച്ച് മറിച്ച് ഇങ്ങനെ പൊടിയാണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. എങ്കിലേ അടിയിലുള്ളത് മേളിൽ വന്ന് മേളിലുള്ളത് അടിയിൽ പോയി അങ്ങനെ സെറ്റായാൽ മതി. ഓക്കെ, നമുക്ക് ഇത് കൊണ്ട് നമ്മുടെ മീൻ ഫ്രൈ അടച്ചു കൊടുക്കാം. കറിവേപ്പില ഇടുമ്പോഴുള്ള ഗുണമെന്ന് പറയുന്ന ഇതാണ്, പാത്രത്തിൽ പിടിക്കാണ്ട് കറക്റ്റ് എടുക്കും. സെറ്റായി വരുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ വേഗത്തിലിപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ നമുക്കിപ്പോൾ മീനൊന്നും ഫ്രൈ ചെയ്യാനായിട്ട് മസാലയൊക്കെ പുരട്ടി വെക്കാനൊക്കത്തില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മൾ മസാല പുരട്ടിയാൽ ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. എൻ്റെ അമ്മമ്മയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അമ്മിക്കല്ലിൽ കറി വെക്കാൻ അരയ്ക്കുമ്പോൾ അരയ്ക്കുന്നതിൽ മുണ്ടൊരു ടേസ്റ്റ്, അരയ്ക്കുന്ന ആ പാകം, പിന്നെ നമ്മൾ എടുക്കുന്ന മസാലയുടെ ആ ഒരു കൂട്ട്, അതെല്ലാം കറക്റ്റായിരിക്കണം. നമ്മൾ പച്ചക്കറി അരിയുമ്പോൾ അതിൻ്റെ ഒരു രീതിയുണ്ട്. ആ രീതിയിൽ അവിയലിനൊക്കെ അരിഞ്ഞാൽ മാത്രമേ നമ്മൾ ആ കറി വെക്കുമ്പോൾ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത് സത്യമാണ് കേട്ടോ, ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു കറി വെച്ചിട്ട് നമ്മളൊന്ന് കഴിച്ചു നോക്കിയാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. പെട്ടെന്ന് ഫ്രൈ ആവട്ടെ, ഫ്രൈ ആയിട്ട് വരാം. മീൻ ഫ്രൈ ആയിട്ടുണ്ട്, നമുക്ക് മീൻ എടുത്ത് മാറ്റാം. ഓക്കെ, ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് എല്ലാ പീസും എടുത്ത് നമുക്ക് പാത്രത്തിലേക്ക് കറിവേപ്പില ഇടുമ്പോൾ അതിനാവും. നിങ്ങൾക്ക് വേറൊരു കാര്യമറിയില്ല, ഞാൻ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്. എങ്കിലും മീൻ ഫ്രൈ ചെയ്ത പാത്രത്തിൽ കുറച്ച് എണ്ണയും കുറച്ച് മീനിൻ്റെ അരപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് നമ്മൾ കുറച്ച് ചോറിട്ടിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് മീൻ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് കഴിക്കാം. വെയിറ്റ് അയ്യാമ വെയിറ്റ്. അപ്പം നമുക്കിത് അടച്ചു വെക്കാം. നമുക്ക് തോരൻ എന്തോ ആയാലും കുറച്ചുകൂടെ വറ്റാനുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ആയിട്ട് നമുക്ക് റിട്ടേൺ വരാം. ഓക്കെ, അപ്പം നമുക്ക് മീൻ പീര എന്തോ ആയി എന്ന് നോക്കാം. ഓക്കെ, പൊളിയാക്കി നമുക്കിതിൽ അല്പം പച്ച വെളിച്ചെണ്ണ ചേർക്കണം. നമുക്ക് നന്നായിട്ട് വെള്ളമൊക്കെ വെച്ച് സൂപ്പറായിട്ടുണ്ട്. കേൾക്കണ്ട, തോരൻ വേറെ ലെവലായിട്ടുണ്ട്. അപ്പം നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ മീൻ ഫ്രൈ ചെയ്ത പാത്രത്തിൽ കുറച്ച് ചോറ് ഞാൻ ഇട്ടിട്ടുണ്ട്. രാവിലെ മീൻ കഴിച്ചിട്ടില്ല, അപ്പം കുറച്ച് ക്വാണ്ടിറ്റിയിൽ ചോറ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക്
അതും പീരയും കൂടിയിട്ട് നമുക്ക് കഴിക്കാം. ഓക്കെ, അപ്പോൾ മീൻ പീര എടുത്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ശരി, ഞാൻ കഴിക്കാൻ പോവാം. നിങ്ങളെല്ലാവരും വായോ. വേറെ ലെവൽ. ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല ചൂട് കാരണം. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇഞ്ചിയുടെ ഫ്ലേവറൊക്കെ സൂപ്പറും വേണം. അപ്പം എല്ലാവരും എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ ഇടണം കേട്ടോ. നിങ്ങൾ മെസ്സേജുകൾ ഇടുന്നത് കുറവാണ്. എനിക്ക് മെസ്സേജാണ് വേണ്ടത്, നിങ്ങളുടെ അഭിപ്രായം, മെസ്സേജ്. നിങ്ങളുടെ സന്തോഷമാണല്ലോ എൻ്റെ സന്തോഷം. അപ്പം നിങ്ങൾ തരുന്ന സന്തോഷത്തിലാണ് ഞാൻ വീഡിയോകൾ വീണ്ടും പോസ്റ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു മോട്ടിവേഷൻ. അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സ്നേഹിക്കുക. ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ലക്ഷ്യമുണ്ടെന്ന്. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ കൂടെ എനിക്ക് വേണം. അപ്പോൾ എല്ലാവരും പറ്റുന്നോണം. വേറൊന്നും വേണ്ട, നിങ്ങൾ എനിക്ക് പൈസയോ കാര്യങ്ങളൊന്നും തരണ്ട. നിങ്ങളൊരു ഷെയർ, ഒരു ലൈക്ക്, ആ ബെൽ ബട്ടണൊക്കെ ഒന്ന് അമർത്തി പൊട്ടിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് തന്നാൽ മാത്രം മതി. നിങ്ങളെനിക്ക് വേറൊന്നും വേണ്ട. എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക, മെസ്സേജ് ഇടുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അത്ര മാത്രം ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതും വരെ ടാറ്റാ, ബൈ ബൈ.